പൂരം അടിച്ചു പൊളിച്ചിട്ടാ ഒരു രസമില്ല. അടുത്ത സമയത്ത് പൂരം കൂടിയില്ല. എന്താ പ്രതിഭയുടെ ഡാൻസ് ഉണ്ടല്ലോ എന്റെ ഫോണിലേ. കുറ്റിപ്പുറം മൊത്തം കുലുങ്ങിക്കുന്നു. ഫുൾ ടൈം ക്യാമറ പിടിച്ചിട്ടില്ലേ നടന്നത്. 19 വയസ്സായി ഇതൊരു അങ്ങനെ ഒരു മനസ്സുണ്ടാവാന്നുള്ളതാണ്. അല്ലാതെ കാരണം ആ പ്രായം മറ്റു കാര്യങ്ങൾ നോക്കിയിട്ടല്ല. ശരിക്കും മൂപ്പര് കളിക്കുമ്പോ നമ്മക്കൊരു എനർജിയാണ്. അതല്ല കൊറേ നേരമായിട്ട് നിൽക്കാൻ തുടങ്ങിയിട്ട് എന്താ സംഭവം ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്? ഒന്നുമില്ല, ഒരു എനിക്കൊരു സർപ്രൈസ് തരാന്ന് വിചാരിച്ചു. ഒന്നും പറയാ കാര്യം പറയടോ. അത് പറയാ, വരുമ്പോ കാണാലോ. ഒരാള് വരുന്നുണ്ട്. ഒരു സുഹൃത്തിനാണ്, വേണ്ടപ്പെട്ട ഒരാളാ. ഞാനറിയാത്ത ഒരു സുഹൃത്ത് ഞാനറിയാത്ത സുഹൃത്ത് ഏതാ? അതുകൊണ്ട് ആളിപ്പോ വരും. എന്നാലും സൂചന ഉണ്ട്. ഏതായാലും ഇപ്പൊ ആള് വരുമല്ലോ. അതിനിപ്പോ ഞാൻ കാണണമല്ലേ. പേരെങ്കിലും പറയും. വന്നു കഴിഞ്ഞാ കാണാ. നടങ്ങടോ. പോയിട്ട് വേറെ പരിപാടി ഉള്ളതാണ്. അടക്ക് പുത്തും ആള് പുത്തും. 2 മിനിറ്റ് ഞാൻ വിളിച്ചോട്ടെ. എവിടെ? കൊറേ നേരം ഇവിടെ നിൽക്കുന്നു. വായോ. കഴിഞ്ഞാ? ഓക്കെ, ഇതാ വരുന്നുണ്ട്. എന്തോ തരികൾ ഒപ്പിക്കാനാണ് എന്തോ ടൈപ്പ്. അല്ല അയ്യപ്പിന്റെ ആശാനാണ്. അത് നമുക്കറിയാലോ. നമുക്കൊന്നൊരു ചായ കുടിക്കണം പോയിട്ട്. ചായ വേണ്ടപ്പോ, ചായ പോകുമ്പോ കുടിക്കാം. ഇതാ വന്നല്ലോ. എവിടെ ഇരുന്ന് കൊറേ നേരമായി വെയിറ്റ് ചെയ്യണ്. ആളെ കിട്ടി. ആളെ ഞാൻ പതുക്കണ്ട് പൊക്കി കൊടുത്തു. പല്ല് വേദന ആയിട്ടേ പുറത്തിറക്കാണ്ടായിരുന്നു. കുറച്ച് പണി എടുത്തു ഡോക്ടർ. നല്ല വേദന. അപ്പൊ റഫീഖിനോട് പറഞ്ഞില്ലേ പോണെന്നു? ഡോക്ടർ ഇത് പോണെന്ന് പറഞ്ഞില്ല? ഞാൻ ആരോടും പറഞ്ഞിട്ടൊന്നുമില്ല. ഒന്നുമില്ല, നിങ്ങളിപ്പോ ഇത്ര കാണിച്ചപ്പോ ഇങ്ങനെ സംഭവം നടക്കുക കണ്ടുവിട്ടു. അപ്പൊ ആൾക്കാരൊക്കെ പറഞ്ഞു കൊടുത്തിരുന്നു റോട്ടിലും മുന്നിലൊക്കെ. എന്തായാലും ഓളെ ഭർത്താവ് മരിച്ച്, എന്റെ ഭാര്യ മരിച്ച്. ആ കുട്ടിക്കൊരു സംഭവം എന്തൊരു ഇതാവണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കല്യാണം കഴിച്ചോ? പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ. ആൾക്കെന്ത് പ്രശ്നം? കുട്ടിയെ നോക്കാൻ വേണ്ടി ജീവിക്കുക എന്നുള്ളതാണ് നമ്മളൊരു. ആ കുട്ടികൾക്ക് തള്ള വേണ്ടേ? തള്ള എന്തെങ്കിലും മരിച്ചു. ഇപ്പൊ അതിന് നോക്കപ്പോ അവള് തയ്യാറാവുന്നത് നിനക്കെന്താ? നാട്ടുകാരെ കാര്യം നോക്കുന്നത്, നാട്ടുകാരെ ചെലവ് കൊടുക്കുന്നത്. അതല്ല അതുകൊണ്ട് കാര്യമില്ല. ആ കുട്ടിപ്പോ ഇപ്പൊ ഏകദേശം ഇത്ര 5 വയസ്സ്, 3 വയസ്സ് 4 വയസ്സല്ലേ. ഇനി വലുതായി വരില്ലേ. നമുക്ക് ആൾക്കാരെ കൊണ്ട് പറഞ്ഞിട്ട് എന്തായാലും നിങ്ങള് ഇതുള്ളതല്ല. ഏകദേശം ഇവിടെ എല്ലാരും പറഞ്ഞു. ഇപ്പൊ അതിനെ പറ്റി ഒന്നും പറയണ്ട. നമുക്ക് അങ്ങനെ പലതും പറയും. അതൊന്നും നമ്മൾ നോക്കിയിട്ട് കാര്യമില്ല. സംഭവത്തില് സംഗതി ശരിയാകുമ്പോ എന്റെ ഭർത്താവ് മരിച്ചു, എന്റെ ഭാര്യ. നമുക്കൊരു കാര്യം ചെയ്യാം. നമ്മള് റഫീഖ് പൈസ എന്താ ഈ പറയണത്? നിക്കാ. എനിക്ക് എന്താ തടസ്സം? മനസ്സിലാക്കാനൊന്നുമില്ല. അത് ശരിയാവില്ല. സംഗതി ശരിയാവില്ല. പ്രേമിച്ചെടുക്കുന്നില്ല. കല്യാണത്തിന് മുമ്പ് അങ്ങനെ ഇഷ്ടത്തിൽ തന്നെ ആയിരുന്നു. അതൊന്നും നടന്നില്ല. അതൊക്കെ നമ്മള് പഠിച്ചോന്റെ അടുത്തുള്ള കാര്യങ്ങളാണ്. അപ്പൊ എന്തായാലും നിങ്ങൾ തമ്മിലൊരു തീരുമാനം എടുക്കുക. എന്ത് സപ്പോർട്ട് ഞാൻ ചെയ്തുതരാം. സപ്പോർട്ടൊക്കെ ശരി, പക്ഷെ ഇത് തീരുമാനിക്കാനൊന്നുമില്ല. അത് പ്രശ്നം എന്താ അറിയോ? കുട്ടിയാണ്. കുട്ടി ഇപ്പൊ എന്റെ കുട്ടീനെ പോലെ തന്നെ അല്ലേ. അതൊക്കെ നമുക്ക് ഇപ്പൊ പറയാം. പോലെ ഞാൻ നല്ല പോലെ നോക്കും. പിന്നെന്ന് വെച്ചാല് വേറൊരു കല്യാണം അതൊന്നും ഞാൻ എന്റെ മനസ്സിൽ പോലും ഇല്ല. പിന്നെ പണ്ട് മുതൽ നമ്മൾ അറിയുന്ന ആൾക്കാരാണ്. ഒരു തടസ്സം പറയുന്നത്. എന്നോട് കാര്യങ്ങൾ പറഞ്ഞപ്പോ ഞാൻ അവനോട് തന്നെ പറഞ്ഞു. നിങ്ങൾക്ക് 2 കൂട്ടർക്കും നല്ലൊരു ചാൻസ് ആണ്. എന്നുവെച്ചാല് അത് ദൈവം കൊടുത്തിട്ട് നമ്മളെ മുന്നിൽ തന്നൊരു ചാൻസ് ആണ്. അത് ആ കുട്ടിയുടെ ഭാവിക്ക് ഇതൊന്ന്, ആ കുട്ടിയുടെ കാര്യം മാത്രം ചിന്തിച്ചാൽ മതി. ചിന്തിക്കണ്ട. പറയാൻ എളുപ്പമാണ്. എല്ലാ കാര്യങ്ങളും സംസാരിക്കുന്ന സുഖമുള്ള കാര്യം പറയാം. അതൊന്നല്ല അതിന്റെ ജീവിതം. അതല്ല, അത് ആദ്യം മനസ്സിലാക്കും. അപ്പൊ ഈ ജീവിതത്തിൽ കല്യാണം കഴിക്കില്ല. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ വിളിക്കാൻ നിൽക്ക്. അതല്ല ഒന്നും പറയാനില്ല കാര്യത്തില്. നമുക്ക് എന്ത് വേണമെങ്കിൽ ചെയ്യാം. നമ്മള് ഷാജിക്കാടൊക്കെ പറഞ്ഞിട്ട് നമുക്ക് എന്തെങ്കിലുമൊക്കെ
ഫുൾ സപ്പോർട്ടിങ്. ഇങ്ങനെ ഷാജിക്കാരോടൊന്നും പറയുന്നില്ല. ഷാജിക്കും പ്രതിഭട്ടനൊക്കെ ഇതും സെറ്റ് ആയിട്ട് മനുഷ്യൻ അവർക്കൊക്കെ നല്ല സന്തോഷമാണ്, ഹാപ്പി ആവണം. എന്റെ കുട്ടിക്ക് ഒരു സംഭവം കിട്ടുമല്ലേ, എന്ത് മനസ്സിലാവത്ത്, ആ കുട്ടിയുടെ ഭാവി രക്ഷപ്പെടല്ലേ. നടക്കും. പിന്നെ അറിയുന്ന ആ പെൺകുട്ടിക്ക് തന്നെ അറിയുന്നത്, എനിക്ക് പറഞ്ഞതാണ് എന്താ പ്രശ്നം. റഫീഖ് ഇനിയിപ്പോ അതിനെ പറ്റൊന്നും ചിന്തിക്കണ്ട. എന്ന് വെച്ചാല് ഇത് നമുക്ക് എത്രയും പെട്ടെന്ന് ഒരാഴ്ചയുള്ളിൽ തന്നെ നിൽക്കാൻ എന്താ ഈ പറയുന്നത്? വേണ്ട. നമുക്ക് ഷാജിക്കാട് പ്രതിഭട്ടനൊക്കെ പറയാം, എനിക്ക് അവരെ സപ്പോർട്ട് ഉണ്ടാവും. നമ്മൾ സാമ്പത്തികമായിട്ട് സാമ്പത്തിക വലിയ പ്രശ്നമൊന്നുമില്ലല്ലോ, ഒരു മഹരെടുക്കേണ്ട ഒരു ആവശ്യമുള്ളൂ. അത് നമുക്ക് ഷാജിക്കാട് പ്രതിഭട്ടനെ പറഞ്ഞാൽ നമുക്ക് അത് അങ്ങനെ ചെയ്യാം. ഇതിനോടൊന്നും പറയണ്ട. നമുക്ക് അടുത്ത ആഴ്ച തന്നെ കുട്ടീനെ അവിടെ നിന്ന് പോയിട്ട് വിളിക്കുക, അവളെ വേണ്ടപ്പെട്ട ഒന്ന് രണ്ടാൾക്കാരും കാണുക, നിൽക്കാൻ കഴിക്കുക പള്ളിക്ക്. വേറെ ഒന്നും നോക്കണ്ട. വാക്കല്ലേ, വാക്കട്ട്, ഇത് വാക്കട്ട്, വാക്ക് പറയും പറയില്ല. എന്നിട്ട് വേണമെങ്കിൽ ഇതാക്കണം പ്ലീസ്. ഇനി തന്നെ അങ്ങനെ വിട്ടാൻ പറ്റില്ല. അതുകൊണ്ടാണ് എന്റെ പോക്ക് ശരിയില്ല. ആ കുട്ടിയുടെ ഭാവിക്ക് വേണ്ടി ഞാൻ മാത്രം നോക്കിയാൽ മതി, വേറെ ഒന്നും നോക്കണ്ട. നല്ലൊരു ഫ്രണ്ടായിട്ട്. അല്ലെങ്കിൽ ഇനി ഇങ്ങനത്തെ പരിപാടിക്ക് ഞാൻ ഉണ്ടാവില്ല കേട്ടോ, ഞാനും ഉണ്ടാവില്ല. ഇനി എന്തേലും ഉടായ്പ നിങ്ങൾ രണ്ടാളും ഒപ്പിച്ചു കഴിഞ്ഞാല് ഞങ്ങൾ ആരും സപ്പോർട്ട് ചെയ്യില്ല. ഇതെനിക്കൊരു നല്ലൊരു ചാൻസ് ആണ്, ചെയ്യാൻ പറ്റുമോ? എനിക്ക് ചെറുപ്പം മുതൽ അറിഞ്ഞ കുട്ടിയാണത്. ഇന്ന് എനിക്ക് എന്തിനാ പേടിക്കേണ്ട ആവശ്യം, ഒരു പേടിയും പേടിക്കേണ്ട ആവശ്യമില്ല. ഉറപ്പല്ലേ? വാക്ക് കാട്ട് സമ്മതിച്ചില്ലേ? മതി, ആ മതി. ഞാൻ ഓൾക്ക് വിളിച്ചു പറയാം. ഈ വിളിക്കൊന്നും വേണ്ട. ഞാൻ പിന്നെ വിളിച്ചോണ്ട് ഞാൻ വിളിച്ചോണ്ട് ഷാജിക്കാരുടെ ഷാജിക്കാരുടെ പ്രതിഭട്ടൻ ഇത് സമ്മതിച്ചിട്ടുണ്ട്. ഇനി അങ്ങോട്ടും ഇങ്ങോട്ടൊന്നും പറയണ്ട. ഞാൻ എന്ത് വിട്ടുകളെ. എന്താ എന്റെ പ്രശ്നം എന്താ? ആ കുട്ടിന്റെ നോക്കാൻ ഓള് തയ്യാറല്ലോ, പിന്നെ എന്താ പ്രശ്നം? എന്റെ ആ കുട്ടിയുടെ കാര്യം ആലോചിച്ചപ്പോ ഞാനും ഈ ഷാജിക്കാരൊക്കെ ഒന്ന് പറയാ, പ്രതിഭട്ടനോട് പറയാ എന്നുള്ള ലെവലിലാണ് ഞാൻ. ആ കുട്ടിക്ക് ഒരു ഭാവി വേണ്ടേ, ആ കുട്ടിയെ നോക്കണ്ടേ. ഞാൻ വളർന്നു വരികയാണത്. ഇതാകുമ്പോ നമുക്കിപ്പോ 4 വയസ്സ് 3 വയസ്സായിട്ടുള്ളൂ, എനിക്ക് 3.5 വയസ്സായിട്ടുള്ളൂ. അപ്പൊ കുട്ടിക്ക് ഇങ്ങനെ ഭാവിക്ക് ഇതന്നെയാണ് ഓന്റെ തള്ളാന്നുള്ള സംഭവം ഉണ്ടല്ലോ, അത് കിട്ടുമോ? മറ്റേ ആ കുട്ടി വലുതായിട്ട് ഇഞ്ഞൊരു കല്യാണം കഴിക്കുമ്പോ എന്തായാലും ആ കുട്ടിക്ക് അത് ചെയ്യാൻ പറ്റില്ല, ഒരു തള്ളന്റെ ലെവല് കാണാൻ പറ്റില്ല. ഇപ്പൊ അതിന്റെ പ്രായം അങ്ങനെയാണ്. വീട്ടുകാരെ കാര്യങ്ങളോട് ഇത് ഒരുപാട് നിങ്ങൾ പറഞ്ഞു കാര്യങ്ങളുണ്ട് ഇതില്. ഇതാരെ ആങ്ങളെന്താ പ്രശ്നം? ഇവിടുന്നൊന്നും ഒരു പ്രശ്നം പറ്റില്ല, അതിനെ പറ്റി പേടിക്കൊന്നും വേണ്ട. ഞാൻ വിളിച്ചു പറയണ്ട കേട്ടാ. ഞാൻ ഷാജിക്കാരൊന്നും വിളിക്കട്ടെ ആദ്യം. ഇനി വേറെ നോക്കണ്ട, ഉറപ്പിച്ചോ? ഇനി വേറെ ഒന്നും നോക്കണ്ട. ഇപ്പൊ വിളിക്കണ്ട, പിന്നെ വിളിക്കാം. ഇപ്പൊ ഏതായാലും വിളിക്കണ്ട, ഞാൻ ഒന്ന് ആലോചിക്കട്ടെ. ഞാൻ ആലോചിക്കാനൊന്നുമില്ല. അല്ലെങ്കിൽ പിന്നെ എന്താണോ എനിക്ക് വീട്ടിലൊക്കെ ഒന്ന് പറയണ്ടേ? വീട്ടില് പിന്നെ ആരോടും ഉമ്മാനോട് പറഞ്ഞുള്ളൂ. പിന്നെ ഉമ്മാനോട് പറയണ്ടേ? അമ്മോട് പറയും. ഇനി വേണമെന്നുണ്ടെങ്കിൽ ഞാനും ഷാജിക്കും പ്രതിഭട്ടൊക്കെ വീട്ടിൽ വരാം. ഇങ്ങോട്ട് ഞങ്ങള് പറയാം. ഞങ്ങക്ക് പറയാൻ വേണ്ടി ഞങ്ങള് പറയാം. ഞാൻ എങ്ങനെ പോയിട്ട് അമ്മാനോട് എന്നാ പിന്നെ പോട്ടെ, അത് ഞങ്ങളാണ്ട് വരാം, വീട്ടിലേക്ക് വരാം. അത് നല്ലത്. എല്ലാരും പറയണത് കേട്ടില്ലേ? എല്ലാരും നിർബന്ധിച്ചുകൊണ്ടിരിക്കുക. പറ്റണില്ല എനിക്ക്. പക്ഷെ ജംഷിപ്പോ പ്രതിഭേട്ടനോടും ഷാജിക്കാരോടൊക്കെ സംസാരിച്ചിട്ടുണ്ട്. ഉമ്മാനോട് ഞാനൊന്നും പറഞ്ഞിട്ടില്ല. ഉമ്മക്ക് നേരത്തെ അറിയുന്ന കാര്യങ്ങൾ തന്നെ ഇരുന്നല്ലോ. എന്താ ഞാൻ ചെയ്യേണ്ടെന്ന് ഇയാളൊരു മറുപടി തരണം. ഞാൻ അങ്ങനെ ആഗ്രഹിക്കണമൊന്നുമില്ല. പിന്നെ നമുക്കറിയാലോ, എൻ്റെ മനസ്സ് വായിച്ചിരുന്ന ആളല്ലേ. നമ്മളെ മോൻ്റെ കാര്യം ആലോചിക്കുമ്പോൾ അവരൊക്കെ പറഞ്ഞത് ശരിയാണെന്ന് തോന്നുന്നു. അവരാരും പറഞ്ഞത് കേൾക്കാതിരിക്കാൻ എന്നെ കൊണ്ട് പറ്റില്ല. പക്ഷെ മനസ്സുകൊണ്ട് ഇരിക്കാൻ സാധിക്കുന്നില്ല. നമ്മളെ കുഞ്ഞിനെ കൈക്ക് തന്നിട്ട് പോയതല്ലേ. കുറച്ചു കാലാണെങ്കിലും എൻ്റെ സ്നേഹത്തിന്റെ മുന്നിലാണ് ഞാൻ. അതുകൊണ്ട് തന്നെ
വേറൊരു കല്യാണം എനിക്ക് വേണ്ടാന്ന് തന്നെ തീരുമാനിച്ചത്. പക്ഷെ ഈ മനസ്സിലാക്കാൻ സ്വർഗത്തിലിരുന്നുകൊണ്ട് ഈ ഒരു അനുവാദം തരണം. എല്ലാ കാര്യങ്ങളും അവർ മുന്നോട്ട് നീക്കും. അവളെ വീട്ടിലും പോയി പറഞ്ഞു എന്നാ പറയണേ. ഇനിയിപ്പോ വലിയ ആർഭാടങ്ങളൊന്നുമില്ല നടത്താത്ര. എന്താ ആർഭാടം? അല്ലെങ്കിൽ ഞാൻ എന്താ ചെയ്യണ്ടെന്ന് പറഞ്ഞു. നമ്മളെ മോന്റെ കാര്യത്തിലേക്കുമ്പോ എനിക്കറിയില്ല, എനിക്കൊന്നും അറിയില്ല. ഈയൊരു ഉത്തരം കൊണ്ടോ അതാ ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ്. ആറ്റലായ പൈതലേ ആരംഭപ്പു ഓമലേ അല്ല തന്ന ഓമലേ. ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ